നമ്മുടെ ഇന്നത്തെ സിനിമ ഈ സിനിമയുടെ കഥ പറയാനായിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഒരു ഹൈപ്പും കൊടുക്കാണ്ട് ചുമ്മാ കയറി കണ്ടതാണ് ഈ സിനിമ. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് ഞെട്ടിപ്പോയി. കാരണം ക്ലൈമാക്സിൽ അത്രയും ഗംഭീര ഒരു ട്വിസ്റ്റാണ് വരുന്നത്. സംഭവം ഇങ്ങനെയുള്ള ട്വിസ്റ്റുകളൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിലെന്തൊക്കെയോ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ഒരു ഫ്രഷ് കണ്ടന്റ് ഒക്കെ കാണുന്നത് പോലെ നമ്മളിങ്ങനെ കണ്ടിരിക്കും. അത് മാത്രമല്ല, തുടക്കം മുതൽ ഒടുക്കം വരെ നല്ല ത്രില്ലിംഗ് ആയിട്ടാണ് പോകുന്നത്. ഇനി ഈ സിനിമയുടെ വൺ ലൈൻ അല്ലെങ്കിൽ വേണ്ട, അത് ഞാൻ പറയുന്നില്ല. കാരണം ഒരു ഐഡിയ ഇല്ലാണ്ട് കണ്ടാലാണ് നിങ്ങൾക്കൊരു രസം ഉണ്ടാവുള്ളൂ. അതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത. പിന്നെ ഇപ്രാവശ്യവും ഒരു 5 ദിവസത്തെ ലാഗ് ഉണ്ട്. എന്താണെന്ന് ഞാനായിട്ട് പറയണ്ടല്ലോ, പറഞ്ഞ് എനിക്ക് തന്നെ ബോറടിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ പലരും പറഞ്ഞ ട്രീറ്റ്മെൻറ്റൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നങ്ങോട്ട് ശരിയാവുന്നൊന്നുമില്ല. സോ എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക. കാരണം നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മാത്രമാണ് ചാനൽ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവത്തുള്ളൂ. അതിപ്പോൾ എൻ്റെ മൂവി സെലക്ഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതികളായിക്കോട്ടെ, ഇതിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. ഒരു വെളിച്ചം, കുറേ പാർട്ടിക്കിൾസ് എല്ലാം കണക്ട് ചെയ്തുണ്ടായ ഒരു വമ്പൻ വെളിച്ചം. അത് മാത്രമല്ല, ദ്രവിച്ചു പോകുന്ന മനുഷ്യ ശരീരങ്ങൾ, കുറേ ലൈറ്റുകൾ. ഇത്തരം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ദൃശ്യങ്ങളാണ് സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോധമില്ലാണ്ട് കിടക്കുന്ന റിയേനെ കാണിക്കുന്നത്. പുള്ളിക്കാരത്തി ഇതേ ദൃശ്യങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. അവളുടെ തലയുടെ മുകളിലായിട്ട് വലിയൊരു മുറിവുണ്ട്. പിന്നെ പോരാത്തതിന് റിയ ഒരു സ്പേസ് സ്റ്റേഷനിലാണ്. താൻ എങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിയത്, തനിക്ക് എന്താണ് പറ്റിയത്, ഈവൻ സ്വന്തം പേര് പോലും റിയക്ക് ഓർമ്മയില്ല. പക്ഷെ ഒന്നറിയാം, ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് ഇവൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഈ സ്റ്റേഷനകത്തുള്ള സിസ്റ്റം ആണെങ്കിൽ മൊത്തത്തിൽ ഇല്ലാണ്ടായിട്ടാണ് ഇരിക്കുന്നത്. സോ എത്രയും പെട്ടെന്ന് റീബൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു അലേർട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ റിയ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മെല്ലെ മെല്ലെ മുന്നോട്ട് പോകുന്നു. എന്നാൽ പോകുന്തോറും റിയ കാണുന്നത് ചോരയാണ്. അതൊന്നും പോരാണ്ട് ചോരയിൽ കുളിച്ച് കിടക്കുന്ന 2 ശവങ്ങൾ. എന്നാൽ അവരാരാന്നും എന്താണെന്നും റിയക്ക് ഓർമ്മയില്ല. അങ്ങനെ റിയ സിസ്റ്റം റീബൂട്ട് ചെയ്യുന്നു. തൻ്റെ സ്കിൽ എന്താണെന്ന് തനിക്ക് ഓർമ്മയുണ്ട്, എന്നാൽ മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നും അവൾക്കറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റിയ ഈ സ്പേസ് സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോകാൻ നോക്കുന്നത്. പക്ഷെ മറ്റേതോ പ്ലാനറ്റാണിത്. പുറത്ത് എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്നുള്ളത് അറിയില്ല. അങ്ങനെ ഈ സമയത്താണ് പുറത്തായിട്ട് ഒരു ബാഗിനകത്ത് ശവം കാണുന്നത്. എന്നാൽ തലയിൽ കല്ലിടിച്ചാണ് അയാൾ മരണപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ റിയ പതുക്കെ പതുക്കെ പുറത്തേക്ക് പോകുന്നു. എന്നാൽ ഒരു ഓക്സിജൻ കിറ്റ് പോലും ധരിക്കാണ്ടാണ് പുള്ളിക്കാരത്തി പുറത്തേക്ക് പോകുന്നത്. പക്ഷെ എന്നിട്ടും ശ്വാസതടസ്സം അനുഭവപ്പെടുന്നില്ല. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് പുള്ളിക്കാരത്തി മുന്നോട്ട് പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ സ്വന്തം പ്ലാനറ്റായ എർത്ത് പോലും അവളുടെ ഓർമ്മയിൽ ഇല്ലാന്നർത്ഥം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് ദൂരെയായിട്ട് ഒരു കറുത്ത രൂപം കാണുന്നത്. ഇത് കണ്ടേക്ക് ഇവൾ ആദ്യം വിചാരിക്കുന്നത് അതൊരു മനുഷ്യരൂപമെന്നാ. എന്നാൽ അങ്ങനെയല്ല. റിയയുടെ തന്നെ ഒരു തരം റിഫ്ലക്ഷൻ പോലെയായിരുന്നു ആ കറുത്ത രൂപം. എന്താണോ റിയ ചെയ്യുന്നത് അത് അതേപടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ രൂപം, ഒരു കണ്ണാടി പോലെ. ഇതെല്ലാം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് റിയ. ഈ സമയത്താണ് മേളിലോട്ടൊന്ന് നോക്കുന്നത്. അപ്പോഴാണ് ആ മാരക കാഴ്ചയങ്ങ് കാണുന്നത്. കുറേ പാർട്ടിക്കിൾസ് എല്ലാം കൂടിച്ചേർന്ന് വലിയൊരു കണ്ണിൻ്റെ ആകൃതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അങ്ങനെ ഈ സമയത്താണ് ദൂരെയായിട്ടൊരു വെളിച്ചം കാണുന്നത്. ആ വെളിച്ചം ഈ ഗ്രഹത്തിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടേക്ക് റിയ ആണേലോ ബ്രയൻ എന്നൊരു പേരങ്ങ് ഉച്ചരിക്കുന്നു. ആരാണ് ഈ ബ്രയൻ, അല്ലെങ്കിൽ എന്താണ് ഈ ബ്രയൻ, അവൾക്കറിയില്ല. അവളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന അവളുടെ മെമ്മറി ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് വന്നു എന്ന് സാരം. പെട്ടെന്നാണ് ഇവൾക്കങ്ങ് ശ്വാസം മുട്ടുന്നത്. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല, തിരിച്ച് സ്റ്റേഷനിലോട്ട് തന്നെ പോകുന്നു. എന്നാൽ ഇവൾക്കാണെങ്കിൽ തീരെ വയ്യ, അത്രയും ശ്വാസതടസ്സമാണ് നേരിട്ടിട്ടുള്ളത്. എന്നാൽ അതേ ശ്വാസതടസ്സം കാരണം അവളുടെ മെമ്മറി അങ്ങ് ട്രിഗർ ആവുന്നു. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും വികൃത രൂപമായിട്ട് മരിക്കുന്നതാണ് ഒരു ഫ്ലാഷ് പോലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്രൂവിൻ്റെ വ്യക്തമായിട്ടുള്ള മുഖങ്ങൾ അവളുടെ ഓർമ്മയിലോട്ട് വരുന്നു. അവർ തന്നെയാണ് ഇവിടെ മരിച്ചു കിടക്കുന്നതും. ക്ലാർക്ക്, കെവിൻ, ഷോൺ, പിന്നെ ഷിപ്പിന്റെ ക്യാപ്റ്റനായ ആദി, ഇവരാണ് റിയയുടെ കൂടെ ഉണ്ടായിരുന്ന ക്രൂ. അവർ തമ്മിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് റിയക്ക് ഓർമ്മ വരുന്നത്. അവർ ഈ പ്ലാനറ്റിനെ വിളിക്കുന്നത് KOI 442 എന്നാണ്. അത് മാത്രമല്ല, ഓർബിറ്റലിൽ ഇവരുടെ മിഷൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രയാനെക്കുറിച്ചും അവർ സംസാരിക്കുന്നു. പക്ഷെ എന്താണ് മിഷൻ എന്നുള്ളത് അവർ ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെ അവിടെ വെച്ച് ഫ്ലാഷ് ബാക്ക് കട്ടാവുന്നു. തിരിച്ച് കഥയിലോട്ട് വരുന്നു. റിയക്കാണെങ്കിൽ ഒട്ടും വയ്യ, ശ്വാസം കിട്ടാത്തതുകൊണ്ട് ഭയങ്കര പാനിക്കാണ് ആള്. പിന്നെ പോരാത്തതിന് പനിയുള്ളതുപോലെ. ഇവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് കിട്ടുന്നത്. അതിനകത്താണെങ്കിൽ ഒരു ബാൻഡേഡ് ഉണ്ട്, അതും ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാൻഡേഡ്. അങ്ങനെ ആ ബാൻഡേഡ് കഴുത്തിലങ്ങ് ഒട്ടിച്ചു വെക്കുന്നു. എല്ലാം നോർമലാവുന്നു. അങ്ങനെ റിയ സ്റ്റേഷന്റെ ചുറ്റും നോക്കുന്നു. ഈ സമയത്താണ് റിയ കെവിൻ്റെ റൂമിലോട്ട് അങ്ങ് പോകുന്നത്. ഈ കെവിൻ്റെ റൂം കാണുമ്പോൾ മാത്രം ഒരു പ്രത്യേകതരം അട്രാക്ഷനാണ് ഫീൽ ആവുന്നത്. എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കെവിൻ്റെ ഡയറി അങ്ങ് കിട്ടുന്നത്. അതിനകത്തുണ്ട് റിയയുടെ ഫോട്ടോ നോട്ടുകൾ. പെട്ടെന്നാണ് ഒരു അലേർട്ട് വരുന്നത്.
ഷിപ്പിനകത്തൊരു മൂവ്മെൻറ്റ് ഡിറ്റക്റ്റ് ആയിരിക്കുന്നു, വിച്ച് മീൻസ് പുറത്തുനിന്ന് ആരോ ഇങ്ങോട്ട് പ്രവേശിക്കാൻ നോക്കുന്നു. ഇത് കണ്ടേക്ക് രണ്ടും കൽപ്പിച്ച് കത്തിയും കൊണ്ടാണ് റിയ നിൽക്കുന്നത്. നോക്കുമ്പോൾ ഒരു മനുഷ്യൻ തന്നെയാണ് അകത്തോട്ട് വന്നിട്ടുള്ളത്, അതും ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്യൂട്ടും ധരിച്ച്. അങ്ങനെ റിയ അയാൾക്കിട്ട് നാലങ്ങ് കൊടുക്കുന്നു. നീ ആരാ, സത്യം പറ. റിയ, ഇത് ഞാനാണ് ബ്രയൻ, നിനക്കിത് എന്ത് പറ്റി? ഇത് കേട്ടേക്ക് റിയ ആണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ബ്രയന്റെ പേര് മാത്രമാണ് അവൾക്ക് ആദ്യമായിട്ട് ഓർമ്മ വന്നത്. അത് മാത്രമല്ല, തൻ്റെ പേരെന്താന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ബ്രയൻ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ആരാ, എന്താ, എന്തിനിങ്ങോട്ട് വന്നത്, ഒന്നും. റിയ, നിങ്ങളയച്ച ഡിസ്ട്രസ് സിഗ്നൽ കാരണമാണ് ഞാൻ താഴോട്ട് വന്നത്. ഓർബിറ്റിലിരുന്ന് നിങ്ങളെ മോണിറ്റർ ചെയ്യുക, അതാണ് എൻ്റെ ജോലി. നിങ്ങളയച്ച സിഗ്നൽ അനുസരിച്ച് ക്ലാർക്കിന് എന്തോ പറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് ക്ലാർക്ക് ഒരു ഭ്രാന്തിയായിട്ട് മാറി നിങ്ങളെ അറ്റാക്ക് ചെയ്തു. ഇതൊക്കെയാണ് നിങ്ങളയച്ച മെസ്സേജിലുണ്ടായിരുന്നത്. അല്ല, ബാക്കിയുള്ളവരെന്തിയെ? ഇതൊക്കെ കേട്ടേക്കാകെ അന്തം വിട്ടാണ് റിയ നിൽക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ക്ലാർക്കിൻ്റെ ശവം മാത്രം ഇതുവരെ റിയ കണ്ടെത്തിയിട്ടില്ല. എടോ, ബാക്കിയുള്ളവർക്കൊക്കെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞ് ഓരോരുത്തരുടെ ശവമാണ് അങ്ങ് കാണിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ടാകെ കയ്യിൽ നിന്ന് പോയിട്ടാണ് ബ്രയൻ നിൽക്കുന്നത്. സ്വന്തം ക്രൂ ആണ് മരിച്ചു കിടക്കുന്നത്. ക്ലാർക്കാണെങ്കിൽ മിസ്സിങ്, റിയക്കാണെങ്കിൽ ഒന്നും ഓർമ്മയില്ല. എന്നാൽ ബ്രയൻക്ക് ഒന്നറിയാം, ഇവരയച്ച സിഗ്നൽ അനുസരിച്ച് ഈ മരണങ്ങൾക്കും റിയയുടെ മെമ്മറി ലോസിനും കാരണം ക്ലാർക്കാണ്. അങ്ങനെ ബ്രയൻ ഒരു മെഡി ബോട്ടിനെ കൊണ്ടുവരുന്നു. ഈ സാധനം ഒരു ചെറിയ റോബോട്ടാണ്, എന്നാൽ അതിനെക്കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. സ്കാനിങ്, ഇൻഫെക്ഷൻ, പാച്ചപ്പ്, ഈവൻ സർജറി അടക്കം ഇത്രയും ചെറിയ റോബോട്ട് ചെയ്യും. അങ്ങനെ സ്കാനിങ് ആരംഭിച്ചു. അതനുസരിച്ച് പുള്ളിക്കാരത്തിയുടെ ബ്രെയിനകത്ത് ചെറിയ രീതിയിൽ സ്വെല്ലിംഗ് ഉണ്ട്. അതുകൊണ്ടാവണം ഈ മെമ്മറി ലോസും അതേപോലെ കുറച്ചു മുമ്പ് പനി പിടിച്ചതും. അല്ല റിയ, നിനക്കെപ്പോഴേലും പനിയോ മറ്റോ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ബാൻഡേഡ് ഒട്ടിച്ചപ്പോൾ അതങ്ങ് നോർമലായി. എന്തായാലും തലയുടെ മേളിലുള്ള മുറിവ് കാരണമാണ് സ്വെല്ലിങ് വന്നിട്ടുള്ളത്. അങ്ങനെ ആ മുറിവ് അങ്ങ് പാച്ച് ചെയ്യുന്നു. എന്നാൽ ഈ ബോട്ടാണെങ്കിൽ തലയുടെ ഉള്ളിലോട്ട് തുളഞ്ഞു കയറിയിട്ടാണ് പാച്ചപ്പ് ചെയ്യുന്നത്. സോ ഒടുക്കത്തെ വേദനയാണ്. അങ്ങനെ പാച്ചപ്പ് ചെയ്യുന്നു. ഈ സമയത്താണ് ബ്രയാൻ എർത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതായത് ഫ്യൂച്ചർ വേൾഡിലാണ് കഥ നടക്കുന്നത്. എന്നാൽ ആ ഫ്യൂച്ചർ വേൾഡ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉയർന്ന പൊല്യൂഷൻ കാരണം എർത്ത് നശിക്കാൻ അധികം സമയമൊന്നും വേണ്ട. അതുകൊണ്ട് എർത്തിനോട് സാമ്യമായിട്ടുള്ള മറ്റു പ്ലാനറ്റുകളെ കണ്ടെത്തുക, റിസർച്ച് ചെയ്യുക, എന്നിട്ട് പ്ലാനറ്റിനെ പുതിയൊരു എർത്താക്കി മാറ്റുക. അങ്ങനെ അവർ കണ്ടുപിടിച്ച ഒരു പ്ലാനറ്റാണ് KOI 442. കെവിൻ ഈ പ്ലാനറ്റിനെ വിളിച്ചിരുന്ന പേര് ആഷ് എന്നായിരുന്നു. ബ്രയൻ, ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു വെളിച്ചം കണ്ടിരുന്നു. അത് ഇങ്ങോട്ടാണ് വന്നതും. പേടിക്കണ്ട, അത് ഞാനാ. ഓർബിറ്റിൽ നിന്ന് എൻ്റെ ഷിപ്പ് വരുന്ന ലൈറ്റാ നീ ആകാശത്തുനിന്ന് കണ്ട്. നീ ഇപ്പോൾ റെസ്റ്റ് എടുക്കാൻ നോക്ക്. അങ്ങനെ റിയ റെസ്റ്റ് എടുക്കുന്നു. പക്ഷെ വീണ്ടും വീണ്ടും ദ്രവിച്ചു പോകുന്ന തൻ്റെ ക്രൂവിനെയാണ് റിയ സ്വപ്നം കാണുന്നത്. സോ ആ ശവങ്ങളെല്ലാം ഒരു ബാഗിനകത്താക്കി ഷിപ്പിൻ്റെ പുറത്തേക്കിടുന്നു. ഈ സമയത്ത് റിയ ക്ലാർക്കിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രയാൻ പറഞ്ഞ അനുസരിച്ച് ഇവരെല്ലാവരും മരിക്കുന്നതിന് മുമ്പ് ഒരു ഡിസ്ട്രസ് സിഗ്നൽ അയച്ചിട്ടുണ്ട്. അത് പ്രകാരം എല്ലാവരെയും കൊല്ലാൻ നോക്കിയിട്ടുള്ളത് ക്ലാർക്കുമാണ്. എന്നാൽ ബോധപൂർവമല്ല. അവൾ എന്തായാലും പുറത്ത് എവിടെയോ ഉണ്ട്. പക്ഷെ എത്ര നേരം ഓക്സിജൻ ഇല്ലാണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും? അതുകൊണ്ട് ക്ലാർക്കിനെ കണ്ടെത്തി എന്താണ് തനിക്ക് സംഭവിച്ചതെന്നുള്ളത് റിയക്കറിയണം. അങ്ങനെ ഈ സമയത്ത് ബ്രയാൻ പറയാണ്, ഇതിനെല്ലാത്തിനും കാരണം ക്ലാർക്കാണ്. അവൾ ജീവനോട് ഉണ്ടേലും ശരി ഇല്ലേലും ശരി, നമ്മളുടെ പ്രയോറിറ്റി ക്ലാർക്കല്ല. എത്രയും പെട്ടെന്ന് തിരിച്ചു പോവുക. എർത്തിന്റെ റൊട്ടേഷനും സാറ്റലൈറ്റ് ഓർബിറ്റും ഒരേ ലൈനപ്പിൽ വന്നാൽ മാത്രമേ നമുക്ക് എൻ്റെ ഷിപ്പ് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റൂ. എന്നാൽ ആ ലൈനപ്പിന് 12 മണിക്കൂർ സമയമുണ്ട്. പിന്നെ ക്ലാർക്കിന്റെ കാര്യം, അവൾക്ക് എന്തായാലും ഓക്സിജൻ ഇല്ലാണ്ട് അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ ഈ പുറത്തായതുകൊണ്ട് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പോരാത്തതിന് ഇടയ്ക്കിടക്ക് ഇപ്പോൾ ഇവിടെ കൊടുങ്കാറ്റും ഉണ്ടാവാറുണ്ട്. സോ ക്ലാർക്കിന്റെ കാര്യം തീരുമാനമായിട്ടുണ്ടാവും, ഉറപ്പാണ്. അങ്ങനെ റിയ അകത്തോട്ട് വരുന്നു. അപ്പോഴാണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു കത്രിക കാണുന്നത്. അത് കണ്ടേക്ക് തൻ്റെ മെമ്മറി പിന്നെയും ട്രിഗർ ആവുന്നു. ആദിയുടെ നെഞ്ചത്തോട്ട് ഇതേ കത്രിക കൊണ്ട് കുത്തി കുത്തി കൊന്നിരിക്കുകയാണ്, അതും റിയയുടെ സ്വന്തം കൈകൊണ്ട്. ആ ഒരു ദൃശ്യം മൈൻഡിലേക്ക് വന്ന പാട് ആകെ കയ്യിന്ന് പോവാണ് റിയ. അവൾ ആകെ പാനിക്കാവാൻ തുടങ്ങുന്നു. പാനിക്കായ ഒരേ ഒരു ഓപ്ഷൻ മാത്രം, ബാൻഡേഡ്. അങ്ങനെ എടുക്കുന്നു, ഒട്ടിച്ചു വെക്കുന്നു, നോർമലാവുന്നു. എന്തായാലും താൻ തന്നെയാണ് ആദിനെ കൊന്നിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല. ക്ലാർക്ക് എവിടെയെന്നറിയില്ല. ബാക്കിയുള്ളവർക്ക് എന്താ സംഭവിച്ചത്, താൻ തന്നെയാണോ കൊന്നുകളഞ്ഞത്, അതും അറിയില്ല. ഇതൊക്കെ ആലോചിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ് റിയ. പക്ഷെ അപ്പോഴും കെവിനോട് മാത്രം എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ട്. അങ്ങനെ അട്രാക്ഷനെ കുറിച്ച് ബ്രയാൻ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. സംഭവം വേറൊന്നുമില്ല, കെവിനും റിയയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇതൊക്കെ ആലോചിച്ച് ഞെട്ടിയിരിക്കുകയാണ് റിയ. അങ്ങനെ ഈ സമയത്താണ് കൊടുങ്കാറ്റങ്ങ് ആഞ്ഞടിക്കാൻ തുടങ്ങുന്നത്. എന്നാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഷിപ്പ് അത്യാവശ്യം സ്ട്രോങ് ആണ്. പെട്ടെന്നാണ് ഒരു അലേർട്ട് അങ്ങ് വരുന്നത്. ഷിപ്പിൻ്റെ ഏതോ സൈഡിലൊരു ഹോള് മൂലം ബ്രീച്ച് ഉണ്ടായിരിക്കുന്നു. ഈ ഹോൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയിട്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഷിപ്പിനകത്തുള്ള ഓക്സിജൻ അങ്ങ് ഇല്ലാണ്ടാവും. അങ്ങനെ ആ ഷിപ്പ് മൊത്തത്തിൽ സെർച്ച് ചെയ്യുന്നു ഈ ഹോളിന് വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം കണ്ടെത്തി. 1 മിനിറ്റിൽ 10 മണിക്കൂർ ശ്വസിക്കാനുള്ള ഓക്സിജനാണ് ഇവർക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ റിയ ആ ഹോൾ അടയ്ക്കാനായിട്ട് അകത്തോട്ട് പോകുന്നു. അതാണെങ്കിൽ ഒരു കൺജസ്റ്റഡ് ഏരിയ ആണ്. എന്നാൽ ഈ സമയത്താണ് അവിടെയും കുറച്ച് ചോരപ്പാട് കാണുന്നത്. അങ്ങനെ റിയ വെൽഡ് ചെയ്യുന്ന മെഷീൻ കൊണ്ട് ആ ഹോൾ അങ്ങ് അടച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് പുറത്തുനിന്നൊരു കയ്യങ്ങ് അകത്തോട്ട് വരുന്നത്.
ഇത് കണ്ടേക്ക് റിയ ആണെങ്കിൽ പേടിച്ചിരിക്കുകയാണ്. പക്ഷെ അതൊരു തോന്നലായിട്ടാണ് റിയ കണക്കാക്കുന്നത്. അങ്ങനെ ഹോളങ്ങ് അടയ്ക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രയൻ ക്ലർക്കിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുന്നത്. ഇവരുടെ ഏകദേശം കണക്കൂട്ടലനുസരിച്ച് റിയൻ ടീമും കൂടെ പുറത്തു പോയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ ക്ലാർക്ക് കുറച്ച് രോഗാണുക്കളെ അകത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും. അത് കാരണം അവൾക്ക് ഇൻഫെക്ഷൻ വന്നതായിരിക്കും. പിന്നീട് അതേ ഇൻഫെക്ഷൻ കാരണം ഒരു ഭ്രാന്തിയായിട്ട് മാറുന്നു, എല്ലാവരെയും കൊല്ലുന്നു. പക്ഷെ ഇതൊക്കെ ബ്രയൻ പറയുമ്പോഴും ആദിയെ കൊന്നത് താനാന്ന് റിയക്ക് നന്നായിട്ട് അറിയാം. സോ എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത് അവൾക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ബ്രയൻ, ഇവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളത് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. റിയ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ഓൾറെഡി ബ്രീച്ച് കാരണം നമ്മുടെ 30% ഓക്സിജൻ നഷ്ടമായിട്ടിരിക്കുകയാണ്. നമുക്കിനി അധികം സമയമില്ല. അടുത്ത ലൈനപ്പ് വരുന്ന 5 മണിക്കൂറിലാണ്. ഇവിടുന്ന് 25 മിനിറ്റേ ഉള്ളൂ എൻ്റെ ഷിപ്പിലോട്ട്. അങ്ങോട്ട് പോകുന്നു, രക്ഷപ്പെടുന്നു. ക്ലാർക്കുമില്ല, ഒരു തേങ്ങയില്ല. മനസ്സിലായല്ലോ? ഇത് കേട്ടേക്ക് റിയക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. റിയ, നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷെ എൻ്റെ കാര്യം നീ ഒന്ന് ആലോചിക്ക്. അങ്ങനെ ഓക്കേന്നും പറഞ്ഞ് റിയ അങ്ങ് പോകുന്നു. എന്തായാലും 5 മണിക്കൂറിന് ശേഷമാണ് ലൈനപ്പ് വരിക. അതുകൊണ്ട് റിയ ഒന്ന് റെസ്റ്റ് എടുക്കുന്നു. ആ സമയത്താണ് താൻ പിന്നെയും സ്വപ്നം കാണാൻ ആരംഭിക്കുന്നത്. ഒരു ഡ്രോൺ, പിന്നെ ഒരു കിണർ പോലെയുള്ള എന്തോ ഒന്ന്. അതിനകത്തുനിന്ന് ഒരു പിങ്ക് ലൈറ്റും വരുന്നു. അതൊന്നും പോരാണ്ട് കെവിൻ്റെ നെഞ്ചത്തോട്ട് കത്തി കയറ്റുന്ന ദൃശ്യവും, അതും സ്വന്തം കൈകൊണ്ട്. അതൊക്കെ കണ്ട് ഞെട്ടി എഴുന്നേൽക്കാണ് റിയ. ആകെ വിയർത്ത് വെള്ളമായിരിക്കുകയാണ് അവള്. ഈ സ്വപ്നങ്ങളാണെങ്കിൽ ഭയങ്കര റിയൽ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ സ്വപ്നത്തിൽ കണ്ട ഡ്രോണ് ഷിപ്പിൻ്റെ ഏതോ സൈഡിൽ വെച്ച് അവൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ ഡ്രോൺ അങ്ങ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതിനകത്തുള്ള വീഡിയോ അങ്ങ് പ്ലേ ചെയ്യുന്നു. ഇവർ 4 പേരും കൂടെ ഈ ഷിപ്പിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ബ്രയൻ പറഞ്ഞ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ നോക്കുന്നു. അവിടെയുണ്ട് നേരത്തെ സ്വപ്നത്തിൽ കണ്ട അതേ കിണർ. ഇത് കണ്ടേക്ക് എല്ലാവരും ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അങ്ങനെ ഈ കിണറിൻ്റെ ആഴറിയാൻ വേണ്ടി ഷോൺ അതിനകത്തോട്ടൊരു കല്ലങ്ങ് ഇട്ട് നോക്കുന്നു. എന്നാൽ ആ കല്ല് താഴേക്ക് എത്തിയതും ഒരു പ്രത്യേകതരം വെളിച്ചാണ് പ്രത്യക്ഷപ്പെടുന്നത്. പെട്ടെന്നാണ് അകത്തോട്ട് പോയ കല്ല് അതേ ഫോഴ്സിൽ തിരിച്ചു വരുന്നത്. വരികയെന്ന് മാത്രമല്ല, ഷോണിൻ്റെ തലയിൽ വന്നങ്ങ് ഇടിക്കുന്നു. അവൻ്റെ തലയെല്ലാം തകർന്ന് അവനങ്ങ് മരണപ്പെടുന്നു. ഇതെല്ലാം കണ്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാണ്ട് ഞെട്ടിയിരിക്കുകയാണ് ദി എൻ്റയർ ക്രൂ. പെട്ടെന്നാണ് ആ കിണറിനകത്തുനിന്ന് കുറേ വെളിച്ചവും പൊടിക്കാറ്റും വരുന്നത്. ഇവർ പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ ഷിപ്പിലോട്ട് തിരിച്ചു പോകുന്നു. ഇതൊക്കെയാണ് ആ വീഡിയോക്കകത്തുള്ളത്. എന്തായാലും ഇതിൽ നിന്ന് റിയക്ക് ഒരു കാര്യം മനസ്സിലായി. ബ്രയൻക്ക് ഓൾറെഡി അറിയാം ഈ മിഷൻ കാരണമാണ് ഇവിടെ പലതും സംഭവിച്ചിട്ടുള്ളതെന്ന്. അതുമാത്രമല്ല, ഈ മിഷന് വേണ്ടി ഇവർ പുറത്തിറങ്ങിയ കാര്യം ഇത്രയും നേരമായിട്ട് ബ്രയൻ റിയാനെ അറിയിച്ചിട്ടില്ല. ബ്രയൻ, ഇത്രയും നേരം ഓർമ്മയില്ലാണ്ട് ഒരു ഭ്രാന്തിയെ പോലെയാണ് ഞാൻ നടന്നിരുന്നത്. എന്നിട്ടും ഈ മിഷനെ കുറിച്ച് നീ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. എൻ്റെ പൊന്നിറിയ, ഈ മിഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. മറ്റൊരു പ്ലാനറ്റ് കണ്ടെത്തി അതിനെ എർത്താക്കി ട്രാൻസ്ഫോം ചെയ്യുക. ടോപ്പോഗ്രഫി, എക്കോളജി, ടെമ്പറേച്ചർ, അങ്ങനെ എല്ലാം ഒത്തുവന്നാൽ മാത്രമാണ് ഈ പ്ലാനറ്റിനെ എർത്താക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നിങ്ങൾ കണ്ടുപിടിച്ച ആ കിണർ അതിവിടെ ചുമ്മാ വന്നിട്ടുള്ളതല്ല, അതാരോ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളതാണ്. ചുരുക്കി പറഞ്ഞ ഏലിയൻ ഇൻ്റലിജൻസ്, ഏലിയൻസ് ഉണ്ടാക്കിയെടുത്തൊരു ടെക്നോളജിയാണ് ആ കിണർ. അത് കൂടുതലായിട്ട് എക്സാമിൻ ചെയ്ത ആ ടെക്നോളജി കൊണ്ട് ഈ പ്ലാനറ്റിനെ നമുക്ക് എർത്താക്കി മാറ്റാം. ഇതേപോലെ ഡസൻ കണക്കിന് കിണറുകളുണ്ട് ഈ ഗ്രഹത്തിനകത്ത്. നമ്മുടെ സ്പീഷീസിനെ രക്ഷിക്കാനുള്ള ഒരു ചാൻസാണ് ആ കിണർ. അത് കണ്ടെത്താനായിട്ട് ഇഷ്ടം പോലെ സാക്രിഫൈസസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ നിന്നോട് പറയാണ്ടിരിക്കാൻ കാരണം വേറൊന്നുമില്ല, മിഷന് വേണ്ടി കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് നീ. ഇതെല്ലാം കണ്ട് ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചാൽ അതൊരു മണ്ടത്തരായി പോവും. സോ തിരിച്ചു പോവുക, മേളിലറിയിക്കുക, അതാണ് നമ്മുടെ ബെസ്റ്റ് ഓപ്ഷൻ. ഇതൊക്കെ കേട്ടേക്ക് റിയ പറയാണ്, ബ്രയൻ, ഞാനാണ് കെവിനെയും ആദീനെയും കൊന്നുകളഞ്ഞത്. അതെങ്ങനെയാണെന്നോ എന്തുകൊണ്ടാണെന്നോ എനിക്കറിയില്ല. അതെനിക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഞാൻ എപ്പോഴാണോ ബാൻഡേഡ് ഇല്ലാണ്ട് പിടിച്ചു നിൽക്കുന്നത് അപ്പോഴാണ് എനിക്ക് ആ ദൃശ്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നത്. ഇത് കേട്ടേക്ക് ഇങ്ങേർക്കാണെങ്കിൽ ഉണ്ടായിരുന്ന ട്രസ്റ്റും കൂടെ നഷ്ടമായിരിക്കുകയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ ഫ്രണ്ടാണ് റിയ. അങ്ങനെ തിരിച്ച് ഓർബിറ്റിലേക്ക് പോവാന്ന് ഒരു വിധത്തിൽ റിയാനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. എന്നാലും ബ്രയാൻക്ക് നല്ല പേടിയുണ്ട്, ബാക്കിയുള്ള ക്രൂവിനെ കൊന്ന റിയ തന്നെയും കൊല്ലുമെന്ന്. ചുരുക്കി പറഞ്ഞ ഇവൾക്ക് മുഴുവൻ മെമ്മറിയും തിരിച്ചു വന്ന ബ്രയാനെ കൊല്ലാൻ നല്ല സാധ്യതയുണ്ട്. അങ്ങനെ ബ്രയാൻ മറ്റേ ബാൻഡേഡ് ഉണ്ടല്ലോ അതങ്ങ് ഒട്ടിച്ചു കൊടുക്കുന്നു. അങ്ങനെ റിയ ബാഗെല്ലാം പാക്ക് ചെയ്യുന്നു. ഇനി വെറും 2 മണിക്കൂറാണ് ബാക്കിയുള്ളത്. ആ സമയത്താണ് അവിടെ ചെറിയൊരു പവർ ഫെയിലിയർ ഉണ്ടാവുന്നത്. അതാണെങ്കിൽ ബാൻഡേഡിനെ നല്ലവണ്ണം ബാധിച്ചിരിക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, വളരെയധികം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള മെമ്മറിയാണ് റിയ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷിപ്പിന്റെ ക്യാപ്റ്റനായ ആദി വൈലന്റ് ആവുന്നു. ഒരു ഭ്രാന്തനെ പോലെ റിയാനെ കൊല്ലാൻ നോക്കുന്നു. റിയാനെ തിരിച്ചറിയാൻ കൂടെ അയാളെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഈ സമയത്താണ് റിയ ഒരു കത്രിക കാണുന്നത്. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല, എടുക്കുന്നു, കുത്തി കൊല്ലുന്നു. എന്തിനായിരിക്കും ആദി തന്നെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടാവുക, അറിയില്ല. എന്തായാലും ഈ ദൃശ്യങ്ങളൊക്കെ കണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് റിയ. അത് മാത്രമല്ല, ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, കെവിനായാലും ശരി ആദിയാണേലും ശരി 2 പേർക്കും ഒരു തരം ഭ്രാന്ത് പോലെയായിരുന്നു. വിച്ച് മീൻസ് അവർ 2 പേരും ഇൻഫെക്റ്റഡ് ആണ്. ആ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടാണ് റിയാനെ കൊല്ലാൻ നോക്കിയിട്ടുള്ളത്. ഇത് ഓർമ്മ വന്നപാട് വേഗം തന്നെ ബ്രയാനോട് പറയാൻ പോകുന്നു.
ആ സമയത്താണ് ഷിപ്പിനകത്തോട്ട് ക്ലാർക്ക് അങ്ങ് വരുന്നത്. ഇത് കണ്ടേക്ക് പേടിച്ചു വിറച്ച് വെൽഡിംഗ് മെഷീൻ അങ്ങ് എടുക്കുന്നു. ബാക്കിയുള്ളവർ ഇൻഫെക്റ്റഡ് ആയ സ്ഥിതിക്ക് ക്ലാർക്കും ആയിട്ടുണ്ടാവും. പിന്നെ പോരാത്തതിന് ഇത്രയും നേരം ബ്രയാൻ പറഞ്ഞിരിക്കുന്നത് ക്ലാർക്കിൻ്റെ കാര്യങ്ങളുമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാക്ഷാൽ ബ്രയന്റെ ശവം അങ്ങ് കാണുന്നത്. അതും തലയെല്ലാം തല്ലി പൊളിച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞ ക്ലാർക്ക് ബ്രയാനെ കൊന്നിട്ടാണ് ഇതിനകത്തോട്ട് കയറിയിട്ടുള്ളത്. ഇവൻ കിടക്കുന്നതാണെങ്കിൽ ഷിപ്പിന്റെ ഒരു മൂലയിലാണ്. ആര് നോക്കിയാലും പെട്ടെന്നൊന്നും കാണില്ല. ഇത് കണ്ടേക്ക് റിയ ഒരു തീരുമാനമെടുത്തു, ക്ലാർക്കിനെ ഇല്ലാണ്ടാക്കാൻ. ഈ സമയത്താണ് ക്ലാർക്ക് അങ്ങോട്ട് വരുന്നത്. എന്നാൽ ഇങ്ങോട്ട് കിട്ടുന്നതിന് മുമ്പ് 4 അങ്ങോട്ട് കൊടുക്കുന്നു. പിന്നെ അവിടെ ഗംഭീര ഫൈറ്റാണ്. അങ്ങനെ ക്ലാർക്ക് റിയേനെ അടിച്ചടിച്ച് ബാത്റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവളാണെങ്കിൽ ഫുൾ സ്യൂട്ടിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ റിയ പൈപ്പ് എടുക്കുന്നു, അവളുടെ സ്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു, വെള്ളം തുറന്നു വിടുന്നു. വെള്ളം കൊണ്ട് ഹെൽമെറ്റ് മൊത്തത്തിൽ അങ്ങ് നിറയാണ്. അതോടുകൂടെ അവൾക്ക് ശ്വാസം കിട്ടാണ്ടാവുന്നു, മരിക്കുന്നു. അങ്ങനെ റിയ അവളുടെ ബോഡി മെഡി ബോട്ട് കൊണ്ട് സ്കാൻ ചെയ്യുന്നു. അവൾക്കറിയണം എന്താണ് ഇൻഫെക്ഷൻ എന്നുള്ളത്. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞു. എന്നാൽ ഇൻഫെക്ഷനും ഇല്ല, ഒരു കോപ്പുമില്ല. ചുരുക്കി പറഞ്ഞാൽ നോർമലായിട്ടുള്ള ക്ലാർക്കിനെയാണ് റിയ കൊന്നിട്ടുള്ളത്. ഇത് കണ്ടേക്ക് പുള്ളിക്കാരത്തിയാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. ക്ലാർക്കിനെ കണ്ടപ്പോൾ താനാണ് ആദ്യം ഒന്ന് അങ്ങോട്ട് കൊടുത്ത്. അതായത് ക്ലാർക്ക് അവളെ അറ്റാക്ക് ചെയ്യാൻ വന്നതല്ല എന്നർത്ഥം. ഇതൊക്കെ കണ്ടിട്ടാകെ കയ്യിന്ന് പോയിട്ടാണ് റിയ ഇരിക്കുന്നത്. അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് ഒരു അലേർട്ട് വരുന്നത്. അതും അടുത്ത ലൈനപ്പിനുള്ള സമയമായി എന്നും പറഞ്ഞുകൊണ്ട്. ലൈനപ്പുകൾ വന്നാൽ മാത്രമാണ് തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. എന്നാൽ അതിനു മുമ്പായിട്ട് തനിക്ക് എന്താ സംഭവിച്ചതെന്നറിയണം. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല. ബ്രയാന്റെ ബോഡി എടുക്കുന്നു, അങ്ങ് സ്കാൻ ചെയ്യുന്നു. അപ്പോഴാണ് ആ മാരക ട്വിസ്റ്റ് അങ്ങ് റിവീൽ ആവുന്നത്. ഇവൾക്ക് ബോധം വന്നിട്ട് ഏകദേശം 30 to 40 മിനിറ്റ്സേ ആയിട്ടുള്ളൂ. എന്നാൽ ബ്രയൻ മരിച്ചിട്ട് 51 മിനിറ്റായി. അപ്പം റിയയുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആരാ? അവൾ ആകെ കൺഫ്യൂസ് ആയിട്ട് ഇല്ലാണ്ടാവുന്നു. എന്താ നടക്കുന്നതെന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ആ സമയത്താണ് അവളുടെ ഫ്രണ്ടിലോട്ട് സിനിമയുടെ ഫസ്റ്റ് സീനിൽ കണ്ട അതേ കറുത്ത രൂപം വരുന്നത്. അവളുടെ മറ്റേ റിഫ്ലക്ഷൻ. ആ രൂപം ബ്രയാന്റെ രൂപമായിട്ട് അങ്ങ് മാറുന്നു. റിയ, നിനക്കിപ്പോഴും മനസ്സിലായില്ലേ? ഞാനാണ് ദി റിയൽ ഇൻഫെക്ഷൻ. നിന്റെ ശരീരത്തിൻ്റെ ഒരു പാർട്ടാണ് ഞാനിപ്പോൾ. നിനക്കെല്ലാം വൈകാതെ മനസ്സിലാവും എന്നും പറഞ്ഞ ആ രൂപം അവളുടെ മുറിവിൻ്റെ അകത്തോട്ടങ്ങ് കൈയിടുന്നു. അപ്പോഴാണ് ഓരോന്നോരോന്നായിട്ട് അവൾക്ക് മനസ്സിലാവാൻ തുടങ്ങുന്നത്. ആ കിണറിൻ്റെ അടുത്ത് നിന്ന് അവർ തിരിച്ചു വന്നപ്പോൾ ഷോണിൻ്റെ ശവം കൂടെ കൊടുന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ശവത്തിൻ്റെ കൂടെ ഒരു തരം ക്രീച്ചർ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ മറ്റേ കിണറിൻ്റെ അകത്തോട്ട് കല്ലിട്ടപ്പോൾ അതിൻ്റെ കൂടെ ഒട്ടിപ്പിടിച്ച് വന്നതായിരിക്കും ഈ ക്രീച്ചർ. ഇതാണെങ്കിൽ ഒരു പാരസൈറ്റ് പോലെയാണ്. ഈ സാധനം ഇവരുടെ മെയിൻ ഫ്രെയിമിലോട്ട് അങ്ങ് കയറുന്നു. അതോടുകൂടെ ഓർബിറ്റിലേക്ക് പോകുന്ന സിഗ്നൽ എല്ലാം കട്ടായി. ഇതൊക്കെ കണ്ട ഓർബിറ്റിലിരിക്കുന്ന ബ്രയൻ പിന്നെ വെറുതെ ഇരിക്കുമോ? നേരെ താഴോട്ട് വരുന്നു. ഇവിടെ റിയയും ബാക്കിയുള്ളവരും കൂടെ ആ പാരസൈറ്റിനെ പിടിക്കാൻ നോക്കുകയാണ്. അവർക്കറിയണം എന്താണ് ഈ സാധനം എന്നുള്ളത്. ഇവരാണെങ്കിൽ ഫുൾ സ്യൂട്ടിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ പാരസൈറ്റ് ആണെങ്കിലോ കൂടുതലായിട്ട് പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ സമയത്താണ് ഷിപ്പിലേക്ക് ബ്രയാൻ വരുന്നത്. ബ്രയാൻ, നമുക്ക് ആ പാരസൈറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. നമ്മളുടെ ഈ ഡിസ്കവറി നമ്മളുടെ ലോകത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. ചിലപ്പോൾ നമ്മളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിരിക്കും ആ ഏലിയൻ പാരസൈറ്റ് നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ടാവുക. എന്നാൽ ഇതൊക്കെ കേട്ടേക്ക് ആദ്യം പറയാണ്, റിയ, ആ പാരസൈറ്റ് എന്താന്ന് പോലും നമുക്ക് ഒരു ഐഡിയ ഇല്ല. സോ അടുത്ത ലൈനപ്പിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തിരിച്ചു പോവുക, അതാണ് സേഫ്. മനസ്സിലായല്ലോ? എന്നാൽ റിയ അവരുടെ ഇത്രയും കാലത്തെ അധ്വാനവും സാക്രിഫൈസും വെറുതെയാക്കാൻ തയ്യാറായിരുന്നില്ല. ആ പാരസൈറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് അതിന്റെ സാമ്പിൾ എടുക്കുന്നു. അതിൽ നിന്ന് അവൾക്ക് ഒരു കാര്യം മനസ്സിലായി, സെൽഫ് റിപ്ലിക്കേറ്റിംഗ് ടെക്നോളജിയാണ് ഈ പാരസൈറ്റിലുള്ളത്. എന്നാൽ ഈ സ്റ്റഡിയെല്ലാം നടത്തുന്നത് ഫുൾ സ്യൂട്ടും ധരിച്ചാണ്. ആ സമയത്താണ് ആദി അങ്ങോട്ട് വരുന്നത്. അയാളാണെങ്കിൽ സ്യൂട്ടൊന്നും ഇല്ലാണ്ടാണ് വരുന്നത്. അത് കണ്ടേക്ക് ആ പാരസൈറ്റ് വേഗം തന്നെ ആദിയുടെ മൂക്കിലോട്ട് അങ്ങ് കയറുന്നു. കയറാന്ന് മാത്രമല്ല, അങ്ങേരുടെ ബ്രെയിൻ അങ്ങ് കൺട്രോളിലാക്കുന്നു. അവനെ ഒരു ഭ്രാന്തനാക്കി മാറ്റി. പെട്ടെന്നാണ് ഒരു സോംബിയെ പോലെ റിയേനെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നത്. റിയ പിന്നെ ഒന്നും നോക്കിയില്ല, കത്രിക എടുക്കുന്നു, അങ്ങ് കുത്തി കുത്തി ഇല്ലാണ്ടാക്കുന്നു. ഇതൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് കെവിനും ക്ലാർക്കും. അങ്ങനെ അവർ റിയേനെ പിടിച്ചു മാറ്റുന്നു. ആദ്യമാണേലോ മരിച്ചിട്ടും തിരിച്ചു വരുന്നു. അവൻ്റെ ബോഡി മാത്രമാണ് മരിച്ചിട്ടുള്ളത്. അകത്തുള്ള പാരസൈറ്റ് ചത്തിട്ടില്ല. ആ പാരസൈറ്റാണ് ആദ്യനെ തിരിച്ചു കൊണ്ടുവരുന്നത്. ആദ്യമാണെങ്കിൽ കെവിൻ്റെ കഴുത്തിന് പിടിക്കുകയാണ്. പെട്ടെന്നാണ് റിയ കെവിൻക്കൊരു കത്തി അങ്ങ് ഇട്ടുകൊടുക്കുന്നത്. അവൻ പിന്നെ ഒന്നും നോക്കിയില്ല, അയാളുടെ കഴുത്തങ്ങറക്കുന്നു. എന്നാൽ ആ പാരസൈറ്റ് ആണേലോ കഴുത്തിനകത്തൂടെ പുറത്തു കടന്ന് കെവിൻ്റെ ചെവിയിലോട്ടങ്ങ് കയറുന്നു. അതോടുകൂടെ കെവിനും ഒരു ഭ്രാന്തനായിട്ട് മാറി. അങ്ങനെ കെവിൻ റിയേനെ കൊല്ലാൻ നോക്കുന്നു. ആ സമയത്താണ് ക്ലാർക്ക് സ്യൂട്ടും ധരിച്ച് കെവിൻ്റെ നേർക്ക് പോകുന്നത്. എന്നാൽ കെവിനാണേലോ അടിച്ചടിച്ച് ഇഞ്ചപ്പരിവാക്കുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് അങ്ങോട്ട് ബ്രയാൻ വരുന്നത്. ഇത് കണ്ടേക്ക് ബ്രയാനെ കൊല്ലാൻ പോകുന്നു. ഇതിൻ്റെ ഇടയിലാണ് റിയ ക്ലാർക്കിനെ അങ്ങ് രക്ഷിക്കുന്നത്. ക്ലാർക്ക്, നീ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഇതെല്ലാം ഞാനായിട്ട് തുടങ്ങി വെച്ചതാ, ഞാനായിട്ട് തന്നെ അവസാനിപ്പിക്കും. നീ ഇപ്പോൾ പോ, ബ്രയാൻ്റെ ഷിപ്പ് കൊണ്ട് തിരിച്ച് ഭൂമിയിലേക്ക് പോവാൻ നോക്ക്. ചുരുക്കി പറഞ്ഞ ക്ലാർക്ക് ഇങ്ങനെയാണ് പുറത്തേക്ക് എത്തുന്നത്. ഇതേ സമയം ബ്രയാൻ്റെ തലക്കടിച്ച് കൊല്ലുകയാണ് കെവിൻ. അങ്ങനെ റിയ അവൻ്റെ നെഞ്ചത്തോട്ടങ്ങ് കത്തി കയറ്റുന്നു.
സോ കെവിനും ഇല്ലാണ്ടായി. പക്ഷെ ആ പാരസൈറ്റ് ആണേലോ നേരെ റിയയുടെ തലയിലോട്ട് കയറുന്നു, അതും അവളുടെ തലയിലുള്ള മുറിവ് വഴി. എന്നാൽ ബാക്കിയുള്ളവരെ പോലെ റിയ ഒരു ഭ്രാന്തിയായിട്ട് മാറുന്നില്ല. ചിലപ്പോൾ ആ പാരസൈറ്റിന് വേണ്ട ശരീരവുമായിട്ട് ഇവളുടെ ശരീരം മാച്ച് ആയിരിക്കും. അതുകൊണ്ടാണ് റിയാക്ഷൻ ഉണ്ടാവാത്തതും അവളെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യാത്തതും. ചിലപ്പോൾ ആ പാരസൈറ്റിന് ഇറത്തിലേക്ക് എത്താനായിരിക്കും റിയയുടെ ശരീരം യൂസ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഒരു പോയിന്റ് വെച്ച് ആ പാരസൈറ്റ് റിയയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ റിയ വേഗം തന്നെ സൈനൈഡ് കഴിച്ച് തന്നോടൊപ്പം ആ പാരസൈറ്റിനെ ഇല്ലാണ്ടാക്കാനാണ് നോക്കുന്നത്. പക്ഷെ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ആ പാരസൈറ്റ് പുറത്തു വന്നാൽ മാത്രമാണ് അത് ചാവത്തുള്ളൂ. ഒരു മനുഷ്യൻ്റെ ഉള്ളിലാണെങ്കിൽ അതിനെ കൊല്ലാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ഇവരാരുടെ ദേഹത്താണോ കയറിയിട്ടുള്ളത് അവർക്കൊന്നും പറ്റത്തില്ല. സൈനൈഡ് കഴിച്ചിട്ട് കൂടെ റിയ മരിക്കുന്നില്ല. അവിടുന്നാണ് അവളുടെ ബോധം പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ ഉള്ളിലുള്ള പാരസൈറ്റ് സംസാരിക്കാൻ തുടങ്ങുന്നത്. റിയ, നിന്റെ മെമ്മറീസ് എല്ലാം ഞങ്ങൾ കണ്ടു. നീ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് പലതും സാധിക്കും. ഇത് ഞങ്ങളുടെ പ്ലാനറ്റാണ്, ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് നിങ്ങൾക്കൊരിക്കലും കയ്യേറാൻ പറ്റത്തില്ല. ചുരുക്കി പറഞ്ഞ KOI-442 എന്ന പ്ലാനറ്റ് ഏലിയൻസ് ഓൾറെഡി കയ്യിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റേ കിണർ. ആ സമയത്താണ് ഇതേ പ്ലാനറ്റ് കയ്യേറാനായി മനുഷ്യന്മാർ വരുന്നത്. പിന്നെ അവർ വെറുതെ വിടോ? ഇവരുടെ ദേഹത്തോട്ട് കയറുന്നു, എല്ലാവരെയും കൊല്ലുന്നു. എന്നിട്ട് അവർക്ക് മാച്ചിങ് ആയിട്ടുള്ള റിയയുടെ ബോഡി തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് റിയ വഴി എർത്തിലെത്തുക, അതും കയ്യേറുക. ഇതാണ് ഇവരുടെ പ്ലാൻ. അങ്ങനെ അതിനുവേണ്ടി റിയയുടെ മൈൻഡ് വെച്ച് കളിക്കാൻ ആരംഭിക്കുന്നു. ഇല്ലാത്ത ബ്രയാനെ അവളുടെ മൈൻഡിലോട്ട് കൊണ്ടുവരുന്നു. ആ ബാൻഡേഡാണ് അവളുടെ മെമ്മറിക്ക് ഒരു തടസ്സമായിട്ട് നിന്നിരുന്നത്. സോ ബ്രയാൻ്റെ രൂപത്തിൽ അവളെ കൊണ്ട് മാക്സിമം ഒട്ടിച്ചെടുക്കാൻ നോക്കുന്നു. അത് മാത്രമല്ല, ഇതിൻ്റെ ഇടയിലാണ് ക്ലാർക്ക് റിയേനെ രക്ഷിക്കാൻ വേണ്ടി പിന്നെയും ഷിപ്പിനകത്തോട്ട് കയറുന്നത്. എന്നാൽ പാരസൈറ്റ് ഇടപെട്ട് ബ്രയാൻ്റെ രൂപത്തിൽ ഓൾറെഡി ക്ലാർക്കിൻ്റെ മുകളിലൊരു വെറുപ്പ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ ക്ലാർക്കിനെ റിയേനെ കൊണ്ട് കൊല്ലിക്കുന്നു. എന്നിട്ട് ലൈനപ്പിൻ്റെ സമയത്ത് ആ പാരസൈറ്റിൻ്റെ കൂടെ എർത്തിലെത്തുക. പിന്നെ എർത്ത് പിടിച്ചെടുക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഇതായിരുന്നു പാരസൈറ്റിൻ്റെ എൻ്റയർ പ്ലാൻ. അങ്ങനെ എല്ലാ കാര്യങ്ങളും റിയക്ക് മനസ്സിലായി. ഈ സമയത്താണ് ഓക്സിജൻ കുറഞ്ഞ് ഏകദേശം തീരാറാവുന്നത്. പക്ഷേ ഈ പാരസൈറ്റുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതിനെ ഇല്ലാണ്ടാക്കാൻ തീരുമാനിക്കുന്നു. മെഡിബോട്ട് എടുക്കുന്നു, സ്കാൻ ചെയ്യുന്നു, പാരസൈറ്റിനെ പുറത്തേക്ക് എടുക്കാൻ നോക്കുന്നു. എന്നാൽ ഇവളുടെ ബ്രെയിനിലാണ് ഈ സാധനം ഇരിക്കുന്നത്. സോ തലയിലേക്ക് തുളഞ്ഞു കയറിയിട്ടാണ് മെഡിബോട്ട് അത് പുറത്തേക്ക് എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. റിയക്കാണെങ്കിൽ വേദന സഹിക്കാൻ വയ്യ. അങ്ങനെ ഒരു വിധത്തിൽ പാരസൈറ്റിനെ പുറത്തേക്കെടുത്തു. എന്നാൽ അതിനെ ഇല്ലാണ്ടാക്കുന്നതിന് മുമ്പ് മരിച്ചു കിടക്കുന്ന ബ്രയൻ്റെ ദേഹത്തോട്ടങ്ങ് കയറുന്നു എന്ന് മാത്രമല്ല, ആ പാരസൈറ്റിൻ്റെ പൂർണ്ണ രൂപമാണ് അത് പുറത്തേക്കെടുക്കുന്നത്. ബ്രയാൻ്റെ തലയെല്ലാം പൊളിച്ച് വല്ലാത്തൊരു രൂപമായിട്ട് മാറുന്നു. കണ്ടാൽ അറച്ചു പോകുന്നൊരു രൂപം. അങ്ങനെ ആ പാരസൈറ്റ് റിയനെ കൊല്ലാൻ നോക്കുന്നു. റിയക്കാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ ഗംഭീര ഫൈറ്റാണ് അവിടെ. ഈ സമയത്താണ് എന്തോ ഒരു ഭാഗ്യത്തിന് മറ്റേ വെൽഡിംഗ് മെഷീനും ഒരു സ്പ്രേ ക്യാനും റിയയുടെ കയ്യിൽ കിട്ടുന്നത്. അങ്ങനെ അതും വെച്ച് വലിയൊരു തീ ഉണ്ടാക്കുന്നു. ബ്രയാൻ്റെ ബോഡിയാണെങ്കിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും റിയ നിർത്തിയില്ല. ആ പാരസൈറ്റ് പുറത്തു വന്ന് കത്തുന്നത് വരെ തീ ഇട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം ആ പാരസൈറ്റിനെ അങ്ങ് ഇല്ലാണ്ടാക്കി. ഈ ഷിപ്പാണേലോ കത്തി നശിക്കുന്നു. റിയ വേഗം തന്നെ സ്യൂട്ടും ധരിച്ച് നേരെ ബ്രയാൻ്റെ ഷിപ്പിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് വെറും 25 മിനിറ്റ് മതിയെന്നാണ് ബ്രയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നടക്കുന്നു, ഷിപ്പ് കണ്ടെത്തുന്നു, ലൈനപ്പ് ആവുന്നു, മേളിലോട്ട് യാത്ര തിരിക്കുന്നു. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ സിനിമ അങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ബൈ.